കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഇന്ന് എന്തായാലും ഊണ് കഴിപ്പിച്ചിട്ടേ വാര്യർ സാറിനെ വിടാവൂ. ഊണ് കഴിപ്പിക്കുന്നതല്ലല്ലോ വിഷയം. ആ പണം എങ്ങനെ ഗംഗയുടെ കയ്യിലെത്തിക്കും? ഞാൻ അതേപ്പറ്റി ആലോചിക്കുന്നത്. അതെങ്ങനെ നടക്കും? വാര്യർ സാർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നീ കേട്ടതല്ലേ? കേട്ടു. അതുകൊണ്ട് നമുക്ക് അവളെ സഹായിക്കാതിരിക്കാൻ പറ്റൂ? വളരെ കഷ്ടതയിലല്ലേ അമ്മ അവളുടെ ജീവിതം. എങ്കിൽ നീ തന്നെ ഒരു വഴി കണ്ടുപിടിക്കും. സഹായിക്കാൻ മനസ്സുള്ളത് കൊണ്ടാണല്ലോ പണം കൊടുക്കാൻ വേണ്ടി വാര്യർ സാറിനെ വിളിച്ചു വരുത്തിയത്. വാര്യരംഗൽ ഗംഗയെ സഹായിക്കും പോലെ ക്യാഷ് കൊടുപ്പിച്ചാലോ? എമൗണ്ട് 1000-ഓ 2000-ഓ അല്ല കൃഷ്ണേ, 5 ലക്ഷമാ. ഗംഗയ്ക്ക് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള കാരണമായിരിക്കണം പറയേണ്ടത്. അത് പൊളിഞ്ഞാൽ വാര്യർ സാറിനൊടുവിൽ സത്യാവസ്ഥ പറയേണ്ടി വരും. അതോടെ അവരുടെ മനസ്സിലുള്ള അച്ഛന്റെ രൂപം തകർന്നുടയും. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതെനിക്ക് നിർബന്ധം. അവളെ നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അതെന്നും ഒരു കുറ്റബോധമായി മനസ്സിൽ കിടക്കും. അച്ഛന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല. മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ സത്യാവസ്ഥ പറഞ്ഞു തന്നെ പണം കൊടുക്കാം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ പിന്നെ എന്ത് ചെയ്യും? അവസാനം ഞാൻ അങ്ങനെയും ആലോചിച്ചതാ. എന്നിട്ട് വേണ്ടെന്ന് വെച്ചോ? അതെന്താ? അച്ഛന് മറ്റൊരു ഭാര്യയും മകളും ഉണ്ടെന്നറിഞ്ഞാ ഒരിക്കലും അവർ ഈ പണം സ്വീകരിക്കില്ല. സ്വീകരിച്ചാലോ? ഇല്ലമ്മേ, ഗംഗയുടെ സ്ഥാനത്തുനിന്ന് ഞാൻ ആലോചിച്ചു നോക്കി. എന്റെ അച്ഛന് മറ്റൊരു ബന്ധമുണ്ടെന്നറിഞ്ഞാ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. മരണം വരെ എനിക്ക് അവരോട് വെറുപ്പായിരിക്കും. ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ പോലും അവരുടെ സഹായം ഞാൻ സ്വീകരിക്കില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം. പണം വാര്യർ സാറിനെ ഏൽപ്പിക്കാം. എന്നിട്ട് എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ച് വാര്യർ സാർ അത് ഗംഗയെ ഏൽപ്പിക്കട്ടെ. ദേവിക ടീച്ചറെ കാണാൻ വന്നുവെന്ന് രുക്മിണി അറിഞ്ഞാൽ ഇന്നത്തോടെ എല്ലാം അവസാനിക്കുകയും ചെയ്യും. അളിയൻ കാലന്റെ രൂപത്തിലാണല്ലോ ദൈവമേ വീട്ടിൽ വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ ബുദ്ധി. യാത്ര പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങാം, അതേ ഉള്ളൊരു മാർഗം. പിന്നെല്ലാം വരും പോലെ വരട്ടെ. ശരി. ഞാനെന്നല്ല ഇറങ്ങുക. പോയിട്ട് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇറങ്ങാനോ? അതെന്തായാലും നടക്കില്ല. വാര്യർ സാർ പോവാണെന്ന്. ഞങ്ങള് വിട്ടിട്ട് വേണ്ടേ പോവാൻ? മോളിത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കവറിൽ വെക്ക്. അല്ല, ഈ പണം എന്റെ കയ്യിൽ തന്നുവിടാനാണോ? അതെ. ഞാനിതിപ്പോ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? അങ്കിൾ ഇത് എങ്ങനെയെങ്കിലും ഗംഗയുടെ കയ്യിലെത്തിക്കണം.
മോൾ എന്താ ഈ പറയുന്നത്? നമ്മൾ അതേക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞതല്ലേ. ഞാൻ പിന്നെ എന്തു പറഞ്ഞിട്ടാ ഈ പണം ഗംഗയുടെ കൈ കൊടുക്കുക? ഞാനും കൃഷ്ണയെ ഒരുപാട് ആലോചിച്ചു ഒരു വഴി കണ്ടുപിടിക്കാൻ. ഞങ്ങളുടെ ബുദ്ധിയിൽ ഒന്നും തെളിഞ്ഞില്ല. ഇനിയിപ്പോ സാറ് തന്നെ എന്തെങ്കിലും മാർഗത്തിലൂടെ അവൾക്ക് ഈ പണം കൊടുക്കണം. ഞാനൊരു വഴി പറയാങ്ങളെ. അച്ഛൻ റിട്ടയർ ചെയ്തപ്പോ കിട്ടിയ പണത്തിന്ന് ഈ എമൗണ്ട് ഒരാൾക്ക് കടം കൊടുത്താണെന്ന് പറയണം. അത് ശരിയാ. കടം വാങ്ങിയിരുന്ന ആള് അത് വാര്യർ സാറിന്റെ കയ്യിൽ തന്നു. ആ പണം മോളെ ഏൽപ്പിക്കാണെന്ന് പറഞ്ഞാ മതി. എന്താ? അതൊന്നും ശരിയാവില്ല. റിട്ടയർ ചെയ്തപ്പോ മാഷിന് കിട്ടിയ പണത്തിന് വ്യക്തമായ കണക്കുകളുണ്ട്. അതവർക്കൊക്കെ അറിയുകയും ചെയ്യാം. ശാരദയ്ക്കും മൂത്ത മോൾക്കും ഒരുപക്ഷെ അതൊക്കെ അറിയായിരിക്കും. അതെ, ഗംഗ അതൊന്നും അറിയണമെന്നില്ലല്ലോ. അമ്മ അതങ്ങോട്ട് കൊടുക്ക്. ഈ പണത്തിന്റെ കാര്യം ഗംഗയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും ഗീതയും ശാരദയേട്ടത്തെയും അറിയാൻ ഇടവരും. മനോനില തെറ്റിയ അവസ്ഥയിൽ ശാരദയേട്ടത്തി എന്നും ഇങ്ങനെ കഴിയണമെന്നില്ല. എപ്പോഴെങ്കിലും ശാരദയേട്ടത്തി എന്നെ ഇതേക്കുറിച്ച് എന്നോട് ചോദിച്ചു എന്നും വരും. അത് അപ്പോഴല്ലേ. ഇപ്പോഴതേക്കുറിച്ചൊന്നും കടന്ന് ചിന്തിക്കണ്ട. വാര്യർ സാർ ഇതങ്ങോട്ട് വാങ്ങിയട്ടെ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തേണ്ടതുണ്ട്. ഇന്നെന്തായാലും ഊണ് കഴിക്കാതെ അങ്കിളിനെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. അങ്ങനെ പറയരുത് മോളെ. അത്രയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാ. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയില്ലെങ്കിൽ ഒരാളുടെ ജീവിതം ഡിവോഴ്സിലേക്ക് നീങ്ങിയെന്ന് വരും. അതാരുടെയാ? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെയാ. അതുകൊണ്ട് പെട്ടെന്ന് ഞാനവിടെ എത്തിയാൽ ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വരും. വേർപിരിയേണ്ടവരാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. അത് വിധിയാ. നമ്മൾ വിചാരിച്ചാലൊന്നും അത് മാറ്റിമറിക്കാനൊന്നും പറ്റില്ല. ഇന്ന് എന്തായാലും ഊണ് കഴിച്ചിട്ട് സാർ ഇവിടുന്ന് പോയാ മതി. ഊണെടുക്കുമോളെ. ടീച്ചർ പറഞ്ഞതുപോലെ ഞാനും രുക്മിണിയും തമ്മിൽ വേർപിരിയണമെന്നാണ് വിധിയെങ്കിൽ അതങ്ങനെ തന്നെ നടക്കും. അതുകൊണ്ടാണല്ലോ വിധി ഇപ്പൊ ഊണിന്റെ രൂപത്തിൽ എൻ്റെ മുമ്പിലെത്തിയത്. കാറിന്റെ ശബ്ദം കേട്ടപ്പോ ഞങ്ങൾ ഊഹിച്ചു. നരേന്ദ്രൻ ഡൽഹിക്ക് പോയെന്ന് പറഞ്ഞപ്പോ ഞാനും രജനിയും കൂടി ഇങ്ങോട്ട് പോന്നു. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുളിമുറിയിൽ തെന്നി വീണുന്ന് രാധിക പറഞ്ഞു. സാരമില്ല, മനസ്സ് പതറുമ്പോ കാലിടറും. അങ്ങനെ സംഭവിച്ചതാ. അങ്ങോട്ടൊന്നും വരാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഡേ ഡ്യൂട്ടിയാ. ചന്ദ്രമതി കിടപ്പിലൊന്നുമല്ല, ചെറിയ ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. കുടിക്കാൻ ഞാൻ ചായ എടുക്കട്ടെ? വരുന്ന വഴിക്ക് കുടിച്ചു, ഇപ്പൊ വേണ്ട. രാധിക എവിടെ? അവള് കിടക്കുക. റെസ്റ്റ് എടുക്കണമെന്ന് ഞാനും നിർബന്ധിച്ചു. എന്തു പറ്റി? രാധിക പ്രഗ്നന്റാ. ഇന്നലെ കൺഫേം ചെയ്തത്. രാധികയുടെ ഹോസ്പിറ്റലിൽ നിന്ന് കുറെ നാളായി രജനി അവർ ട്രൈ ചെയ്യുന്നു. ഗൈനക്കോളജിസ്റ്റിന്റെ ഒരു വേക്കൻസി ഇവൾക്ക് വേണ്ടി മാത്രം ഒഴിച്ചിട്ടിരിക്കുക. ഇനിയിപ്പോ രാധികയെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന എന്റെ ആഗ്രഹം. ഇത്തവണ അവളുടെ കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രീമിയർ ഹോസ്പിറ്റലിൽ ഞാനും ചാർജ് എടുക്കുക. ഞങ്ങളും കൂടി ഇവിടെ താമസിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോ രാധികയ്ക്ക് രജനിയുടെ സാമീപ്യം എപ്പോഴും കിട്ടുമല്ലോ. ഇതിപ്പോ ഞങ്ങളുടെ തീരുമാനം രാധികയ്ക്ക് വലിയ ആശ്വാസ. ഇതിനു മുമ്പൊക്കെ അവളെ കൃത്യമായി കെയർ ചെയ്യാൻ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. രാധിക ഇപ്പൊ നല്ല ആത്മവിശ്വാസത്തിലാ. ഇനി രാധികയുടെ കുഞ്ഞ് ജീവനോടെ തന്നെ ജനിക്കും.
അതിനുവേണ്ടി പല ഡോക്ടേഴ്സിന്റെയും കെയറിംഗ് ഞാൻ ഏർപ്പാടാക്കുന്നുണ്ട്. സന്തോഷമുള്ളൊരു ജീവിതമായിരിക്കും ഇനി അവൾക്കുണ്ടാവാൻ പോകുന്നത്. പോയി ചായ എടുക്കുക. ശരി. അച്ഛനോട് പറഞ്ഞോ? പറഞ്ഞു. നമ്മൾ ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് അച്ഛന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഇല്ലായിരുന്നോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഏയ്, നീ എന്തിനെങ്ങനെ മൂഡ് ഔട്ട് ആവുന്നത്? അതിന്റെ കാര്യമൊന്നുമില്ല. ചേച്ചിയുടെ ഈ സന്തോഷം വെറുതെയാവും. അച്ഛന്റെ തീരുമാനങ്ങളെ അങ്ങനെയൊന്നും മാറ്റിമറിക്കാൻ കഴിയില്ല. എന്നാ കേട്ടോ, ആ മനസ്സിലെ തീരുമാനങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. ആ മുഖത്തെ ആലോചനാഭാവവും പ്രതീക്ഷയുടെ തിളക്കവും വളരെ വ്യക്തമായി ഞാനും ബാലേട്ടനെ നോട്ട് ചെയ്തു. കയറി വന്നപ്പോഴും സംസാരം തുടങ്ങിയപ്പോഴും കനത്ത ഗൗരവമായിരുന്നു ആ മുഖത്ത്. എനിക്കെന്തോ ഇതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം ഈ ഡിവോഴ്സിനെ പറ്റി സംസാരിക്കില്ല എന്ന്. ഞാനും ബാലേട്ടനും പ്രാക്ടീസ് ഇങ്ങോട്ട് മാറ്റുകയാണെന്നും അത് നിനക്ക് വേണ്ടിയാണെന്നും നിനക്ക് കൂടുതൽ കെയർ കിട്ടാൻ വേണ്ടിയാണെന്നും ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞപ്പോ അതൊക്കെ അവഗണിച്ച് വീണ്ടും പഴയ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് തോന്നും. മരപ്പാവയൊന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ അമ്പാട്ടെ അച്യുതൻ നായർ. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലാം. ഇവിടം വരെ വന്നിട്ട് ഒന്ന് കാണാൻ പോലും അവള് കൂട്ടാക്കിയില്ലെന്ന് മനസ്സിൽ തോന്നണ്ട. നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. നീ റെസ്റ്റ് എടുക്കുകയാണെന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. നിന്നെ ഇപ്പൊ കാണാതിരിക്കുന്നതാ നല്ലത്. അത് വേണോ? വേണം. നിന്നെ കാണുമ്പോ ചിലപ്പോ ആ മനസ്സിന് മാറ്റം ഉണ്ടായാലോ? വീണ്ടും പഴയ നിലപാടെടുത്താൽ? ഒരു പരീക്ഷണത്തിന് എന്തായാലും നിന്നു കൊടുക്കണ്ട. അതാ ബുദ്ധി. നീ ഇവിടെ ഇരുന്നാ മതി. ഞാൻ പോയി ചായ എടുക്കട്ടെ. അദ്ദേഹം കാണണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഇതുവഴി വന്നത്. എന്താ ഈ നിലപാട്? തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? ആ, ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ അയഞ്ഞ നിലപാടില്ല. ആ മുഖത്തുനിന്നത് മനസ്സിലാക്കാൻ കഴിയും. ഓ, ഈശ്വരാധീനം. രാധയ്ക്ക് വിശേഷം ഉണ്ടെന്നറിയുമ്പോ ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങൾ അഴിച്ചു നിരത്തുമെന്നാ എല്ലാരും പ്രതീക്ഷിച്ചത്. അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ മുഖത്തൊരു പ്രതീക്ഷയെ ഞങ്ങൾ കണ്ടത്. എനിക്ക് തോന്നുന്നത് നരേന്ദ്രൻ ചിലപ്പോ സംസാരിച്ചിട്ടുണ്ടാവുന്ന. അതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ചൊന്നും പറയാതിരുന്നത്. അങ്ങനെ ആവാം. രാധികയോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലേ? അവളെ ഞാൻ അങ്ങോട്ട് വിട്ടില്ല. റെസ്റ്റ് എടുക്കാണെന്ന് നുണ പറഞ്ഞു. നന്നായി. കാണാതെ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ. കുഴപ്പമൊന്നുമില്ലാന്ന് കണ്ടപ്പോ കാണണമെന്ന് രാധിക പറഞ്ഞിട്ടും ഞാൻ സമ്മതിച്ചില്ല. എപ്പോഴാ പുള്ളിക്കാരന്റെ സ്വഭാവം മാറുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. രാധികയ്ക്ക് ഇപ്പൊ സമാധാനമായോ? അവളാകെ ടെൻസ്ഡായിരുന്നു, പാവം. ഡിവോഴ്സ് പെറ്റീഷനുള്ള പേപ്പറുമായിട്ടാ വന്നത്. തീരുമാനം മാറിയില്ലായിരുന്നെങ്കിൽ ഇതിനോടൊക്കെ അത് രാധികയുടെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു. ഇനിയിപ്പോ എന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ചേച്ചി ധൈര്യമായിട്ട് പൊയ്ക്കോ. നമ്മൾ പേടിച്ച പോലൊന്നും ഇനി സംഭവിക്കില്ല. വാര്യർ സാറ് പോയി കഴിഞ്ഞ് ഞാൻ ഇങ്ങ് വരാം.
നരേന്ദ്രൻ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. അവൻ എന്തെങ്കിലും പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ അവനോട് സംസാരിച്ചിരുന്നു ഇങ്ങോട്ട് പോരുന്നതിന് മുൻപ്. അവന്റെ തീരുമാനം അറിയണമല്ലോ. നിന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണെന്നാ അവൻ പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? അവന് പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ലെന്നല്ല, അവൻ ആഗ്രഹിക്കുന്നത് നീ പറയണമെന്നാണ്. എന്നുവച്ചാൽ ഡിവോഴ്സിന് മനസ്സുകൊണ്ട് അവൻ ഒരുക്കമാണെന്ന്. നിന്റെ തീരുമാനം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഞങ്ങളുടെ തീരുമാനം നീ അനുസരിച്ചാൽ മതി. ചേച്ചിയും ചേട്ടനും കൂടി അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഇത് ബാലചന്ദ്രന്റെയും രജനിയുടെയും വിഷയമല്ല. സംസാരിക്കുന്നത് നമ്മളാണ്. നമ്മൾ സംസാരിക്കുകയും ചെയ്തു പലതവണ. ഇനി നിന്റെ ഊഴമാണ്. പറയാനല്ല, പ്രവർത്തിക്കാൻ. മനസ്സ് പാകപ്പെടുത്താൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടാകണം. അതിനു കഴിഞ്ഞില്ലെങ്കിൽ തെറ്റെന്റേതല്ല. ദിവസങ്ങളും മാസങ്ങളുമല്ല, വർഷങ്ങൾ തന്നെ നിന്റെ മുന്നിലുണ്ടായിരുന്നു, ഞാൻ തന്നതും വിധി തന്നതുമായിട്ട്. ഇനി സമയം കളയാൻ ഞാൻ ഒരുക്കമല്ല. അങ്ങനെ ചെയ്താൽ അതിന് പ്രയോജനം ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. എന്നേക്കാളുപരി അത് നിനക്ക് നന്നായിട്ടറിയാം. ഒരിക്കൽ കൂടി മാത്രം അച്ഛൻ എന്നോട് ദയ കാണിക്കണം. ആവർത്തനം ഒന്നല്ല, 4 തവണ. 4-മതും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ ഭാഗ്യമില്ലാതെ പോയ നിന്നോട് ദയ മാത്രമായിരുന്നു ഞാൻ കാണിച്ചിരുന്നത്. ഇനി ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കില്ല. പക്ഷെ നീ എനിക്കൊരു ഉറപ്പ് തരണം. നിനക്കിനി പിറക്കുന്നത് ജീവനുള്ള കുഞ്ഞായിരിക്കുമെന്ന്. നിനക്കതിന് കഴിയുമോ? അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പൊയ്ക്കോളാം. എന്റെ ചോദ്യത്തിനുള്ള മറുപടിയല്ലത്. നരേന്ദ്രൻ വന്നു കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു സാവകാശം അവർക്ക് കൊടുക്കണം. അങ്ങനെ സാവകാശം കൊടുത്തില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? ഇന്നലെയല്ലേ നരേന്ദ്രൻ പോയത്? 1 മാസത്തിനു മുമ്പേ ഞാൻ ഇക്കാര്യം അവരോട് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ പറഞ്ഞു കാണും. അന്നത്തെ അവസ്ഥയല്ലല്ലോ ഇപ്പൊ രാധികയ്ക്ക്. അവള് പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം ഞാൻ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് ആദ്യമായിട്ടല്ലല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. 1-2 തവണയല്ല, 4 തവണ കാത്തിരുന്നില്ലേ? 15 വർഷങ്ങളാ കഴിഞ്ഞു പോയത്. അത് ചെറിയൊരു കാലയളവല്ല. ഒരിക്കൽ കൂടി മാത്രം അങ്കിൾ ക്ഷമിക്കാൻ തയ്യാറാവണം. ഇനി ഒരിക്കലും ഇങ്ങനൊരു റിക്വസ്റ്റ് വഴി ഞാനോ ഇവളോ അങ്കിളുടെ മുമ്പിൽ വരില്ല.
രാധികയോട് ചോദിക്കേണ്ടി വന്ന ചോദ്യം ഡോക്ടറോടും ഞാൻ ആവർത്തിക്കാം. രാധിക വീണ്ടും ഒരു ചാവിള്ളയെ പ്രസവിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? ഇനി അങ്ങനെ സംഭവിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. വിശ്വാസം അതല്ലേ ഉള്ളൂ, ഉറപ്പില്ലല്ലോ. വിശ്വാസത്തിന്റെ ബലത്തില് ഇത്രയും കാലം കാത്തിരുന്നില്ലേ? നരേന്ദ്രന് പ്രായമേറുകയാണ്. തറവാട് അന്യം നിന്ന് പോകാതിരിക്കാൻ മറ്റൊരവകാശം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യം വരില്ലായിരുന്നു. മകന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് കണ്ണീര് തോരാത്ത ഒരാൾ വീട്ടിലുണ്ട്. പ്രായമല്ല, ആദ്യമാണ് അവളെ അവശയാക്കുന്നത്. ഏകമകന്റെ അവസ്ഥയെക്കുറിച്ചോർത്ത് മനസ്സമാധാനത്തോടെ എനിക്കോ അവൾക്കോ ഇവിടം വിട്ടു പോകാൻ കഴിയുമോ? ഒരനാഥനെ പോലെ നരേന്ദ്രനും ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വരില്ലേ? ഇന്നത്തെ കാലത്ത് അതിലൊക്കെ പ്രതിവിധികളുണ്ടല്ലോ. അറിയാം, കുറുക്ക് വഴികൾ ഒരുപാടുണ്ട്. കുറവ് നരേന്ദ്രന്റെ ഭാഗത്തല്ല, അതോർക്കണം. എന്ത് മാർഗം സ്വീകരിച്ചാലും പൂർണ്ണ വളർച്ചയുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ രാധികയ്ക്കുള്ള പോരായ്മ ഡോക്ടേഴ്സായ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? ആറ്റുനോറ്റ് വളർത്തിയ തന്തയും തള്ളയും തള്ളിക്കളഞ്ഞിട്ട് കണ്ടവന്റെ പുറകെ കയറും പൊട്ടിച്ചു പോകാൻ നിൽക്കുന്ന ഇവളെ പോലുള്ള പെൺപിള്ളേര് ഇവിടെ അനുഭവം കണ്ടു പഠിക്കണം. എല്ലാ ചോദ്യങ്ങളും ഉയരുന്നത് ഇവളുടെ ആത്മാഭിമാനത്തിന് നേരെയാണ്. ജന്മം കൊടുത്ത തന്തയും തള്ളയും കുരുതി കൊടുത്തവളാ ഇവള്. ഈശ്വരൻ പോലും ഇവളോട് പൊറുക്കില്ല. എല്ലാ ചൂണ്ടുവിരലുകളും ഉന്നമിടുന്നത് ഇവളുടെ നിലനിൽപ്പിനെയാണോ? അത്രയ്ക്ക് അപരാധിനിയാണോ ഈ കുട്ടി? എന്നെങ്കിലും ഇവളുടെ ദിവസം വരാതിരിക്കില്ല. അതെ, ഗംഗ ഒരു നാൾ വരും. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ.